ഞാൻ പറഞ്ഞു ഷുഗറല്ല, അങ്ങനെ ആളെ കൊച്ചാക്കരുത്. ക്യാൻസർ പേഷ്യൻറ്റ്. ചിലർക്ക് അസുഖം വന്ന് വെളിയിൽ പറയാൻ മടിയൊക്കെ ആയിരിക്കും. ഞാൻ കല്യാണ പന്തലിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊരു രസികനായ ഒരു അമ്മാവൻ, കുറച്ച് വിവരക്കുറവുണ്ട്. ഇത്രയും ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുപ്പോൾ കൈ കഴിയുമ്പോൾ അയാൾ ആൾക്കൂട്ടത്തിടുന്നു എത്തി വലിഞ്ഞ് ഉറക്കം ചോദിച്ചു, ഷുഗർ അടിച്ചല്ലേ അങ്ങ് ഓഞ്ഞു പോയല്ലോ. ഞാൻ പറഞ്ഞു ഷുഗറല്ല, അങ്ങനെ ആളെ കൊച്ചാക്കരുത്. ക്യാൻസർ പേഷ്യൻറ്റ്. ആൾക്കാരൊന്ന് കിടുങ്ങി പോയിട്ട് എൻ്റെ മറുപടിയായിട്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇന്നലെ ഒരാൾ വന്നിട്ട് അങ്ങനെ ഇന്നലെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് വൈകുന്നേരം രാജു വല്ലാതെ അങ്ങ് വാർന്നു പോയില്ല, എന്ത് പറ്റി? നമ്മൾ സുഖമല്ല, എന്താ സുഖം? നമ്മൾ ക്യാൻസറായിരുന്നു, എനിക്ക് ക്യാൻസറായിരുന്നു. അല്ല അതങ്ങനെ തിരിച്ചുകൊണ്ട് പറയാൻ പറ്റും. ഞമ്മ എനിക്ക് ക്യാൻസറാണെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറയണം. ഇതൊക്കെ സത്യങ്ങളല്ലേ? അതിലൊന്നും ഇന്നത്തെ കാലത്ത് അതിലൊന്നും പറയുന്നിട്ട് കാര്യമില്ല. എല്ലാ കാര്യത്തിനും ലേറ്റസ്റ്റ് മെഡിസിൻസ് ഉണ്ട്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ അമ്മയ്ക്കൊക്കെ ക്യാൻസർ വന്നപ്പോഴത്തേക്കും ക്യാൻസർ വന്നാൽ മരിച്ചത് വയറ്റിലായിരുന്നു. അപ്പോഴത്തേക്ക് മരുന്ന് ആയുർവേദ അരിഷ്ടവും ഗുളികയൊക്കെയാണ് കൊടുത്തത്. സംഭവം ഇന്നത്തെ മാതിരിയുള്ള ഈ സംഭവങ്ങളൊന്നും അന്നൊന്നും ഇല്ല. ഇപ്പം എല്ലാം ഞാൻ ട്രിവാൻഡ്രം മനസ്സിലായത് ഇവിടെ RCC വൺ ഓഫ് ദി ബെസ്റ്റ് അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് വന്ന ഒരാൾ പേടിക്കേണ്ട കാര്യമില്ല. കൂടുതൽ ധൈര്യത്തോടുകൂടി ലൈഫിൻ്റെ ഫേസ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുക. അസുഖം ഉണ്ടെന്നുള്ള വിചാരം ആദ്യം മാറ്റി വയ്ക്കുക.